മാഗസിൻ ഏറ്റുവാങ്ങാനായി നമ്മുടെ പ്രിൻസിപ്പൽ വില്യം ഫ്രാൻസിനെയും മാഗസിൻ നൽകുവാനായി അഭിലാഷോവിനെയും ഞാൻ ക്ഷണിക്കുന്നു. അതിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് അലച്ചിലുകളുടെ അവസാനമാണ് ഇന്നത്തെ ഈ ദിവസം. ഊരാൻ പിടിച്ച് മാറ്റി നിർത്തപ്പെട്ടവരുടെ ശബ്ദം. എനിക്കും നിനക്കും മിണ്ടി തുടങ്ങാൻ വേറൊരാളുടെ ഇതിന് നന്ദി. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എത്ര പേരുണ്ട്? മഴ വേണമല്ലോ. 14-ാം തീയതി പദമുണ്ട് പ്രൊമൻസ്. ഒരുപാട് 3 പദമുണ്ട്. പതിനഞ്ച് പ്രൊമൻസ് അപ്പൊ ഞങ്ങള് പ്രൊമൻസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ 14-ാം തീയതി തൊട്ട് റൊമാൻസ് റിലീസാണ്. അപ്പൊ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കോളേജിലും ആദ്യമായിട്ട് ഒരു വുമൻസ് കോളേജിൽ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ വളരെയധികം സന്തോഷം. ഭയങ്കര എനർജിയാണ്. നിങ്ങൾ എല്ലാവരും പൊളിയാണ്. ഗേൾ പവർ ഇസ് പൊളി പവർ ടു ബി ഫ്രാങ്ക്. അപ്പോൾ വളരെയധികം സന്തോഷം. മറക്കണ്ട ഫെബ്രുവരി 14. കാരണം നെക്സ്റ്റ് ഡേ പരിപാടിയൊക്കെ ഉണ്ടാവും അറിയാം. പക്ഷെ എന്നാലും നാളൊക്കെ അപ്പൊ മറക്കാണ്ട് കാണണം. ഞങ്ങൾ വളരെയധികം സന്തോഷവും എക്സൈറ്റഡ് ആണ് നിങ്ങൾ ആ പടം കാണുന്നത്. ട്രെയിലർ കണ്ടോ എല്ലാവരും? ഇഷ്ടമായ പാട്ട് കണ്ടോ? ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നോ? അല്ല ഇഷ്ടമായോ? അപ്പൊ മറക്കണ്ട ഫെബ്രുവരി 14 പ്ലീസ് യു വാച്ച് റൊമാൻസ് ആൻഡ് എല്ലാ അതർ പടങ്ങളും. ഓക്കെ, എന്താണ് മാത്യു ഷൂട്ട് അവിടെ വീഡിയോ കോള് നോക്കണം. കഴിഞ്ഞ 2 പരിപാടികളാണ് വീഡിയോ കോള് നടക്കുന്നത്. മാക്സിമം സംസാരിക്കണം. കാസർഗോഡ് ബഹിമാൻ നമ്പ്യ February 14 പല പ്ലാൻസും ആയിരിക്കും. പക്ഷെ അതിന്റെ
പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാനുള്ളൊരു എനർജി ഇല്ല. എൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് ഇതില് എന്നെ ട്രോളി പറയുന്ന സാധനം ഞാൻ എല്ലാ കോളേജിലും ചെന്ന് ഞാൻ മക്കളെ എന്ന് വിളിക്കാറുണ്ടെന്നുള്ളൂ. വേറൊന്നല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ടേ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ദുബായിൽ ഞങ്ങൾ പ്രൊമോഷനൊക്കെ ഇതുപോലെ അവിടെ പോയി പ്രൊമോഷനൊക്കെ ചെയ്ത് വന്നുള്ളൂ. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ വരാൻ വേണ്ടി പ്രൊമോഷൻ ടീം വിളിച്ചപ്പോ ഇങ്ങനെ പ്രാഗിയാ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഹാപ്പി. ഞങ്ങളുടെ ആദ്യത്തെ വുമൻസ് കോളേജ് വിസിറ്റാണ്. അതുകൊണ്ട് അക്ഷരം പറഞ്ഞ പോലെ ചെറിയ നാമൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഓടി നടന്ന് പണം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഞങ്ങള് സ്റ്റേജിൽ കാണിക്കുന്ന ഈ എനർജി നിങ്ങൾക്ക് തിയേറ്ററിലും കാണാൻ പറ്റും. ട്രെയിലറിൽ നിങ്ങൾ കണ്ട എനർജിയുടെ കുറച്ച് മുകളിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. അപ്പോ ഫ്രണ്ട്സ് ഉള്ള കപ്പിൾസ് ആയിട്ടുള്ളവർക്കും സിംഗിൾസ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ പടം 14 തന്നെ പോയി തിയേറ്ററിൽ കാണാം. അപ്പൊ എല്ലാവരും കാണില്ലേ? പിന്നെ കാണുന്നില്ല, എനിക്കറിയാം. ഇത് ഞങ്ങൾ എവിടെ ചെന്നാലും പറയാം, കാണില്ലേ? അപ്പോ മാത്യുവിന് വിളിക്കണോ? അവനറിയണ്ട ഇത് കേൾക്കോളെ. കട്ടി കിട്ടുള്ളൂ. വിളിക്കാട്ടോ മാത്യുവിനെ ഉടനെ ലൈൻ വന്നു വന്നു വന്നു. വുമൻസ് കോളേജാണ്. ഈ ഒരു കഷ്ടമൊന്നും ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. കാണണേ. അപ്പൊ അവിടെ സ്വീറ്റ്നെസ്സും ഉണ്ട്, പെയിനും ഉണ്ട്. അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും 2 വശങ്ങളുണ്ട്. ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു എക്സ്ട്രീം സൈഡും ഉണ്ട്. അതാണ് സിംബോളിക്കലി ADJ ഈ ഹണിബി വെച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പടത്തിൽ മേജർ പരിപാടി ഉണ്ട്. അത് പടം ലാസ്റ്റ് സംഭവം അത് പടം കാണണം, നല്ല മനസ്സിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ആ സുഖം പോയിട്ടുള്ളൂ. ഫെബ്രുവരി 14 ഞങ്ങൾ സിനിമ റിലീസാണ്. റൊമാൻസ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ആക്കണം. ഫെബ്രുവരി 14 കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഫെബ്രുവരി 15 കണ്ടാലും ആവും. താങ്ക് യു. സംഗീത അപ്പോ ആസിന് എഡിറ്ററും ആക്ടറാണ്. അപ്പൊ ഏത് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്നത് ഏത് പ്രൊഫഷനാണ്? നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ കാണാൻ ഇഷ്ടം? എഡിറ്റിംഗാണോ ആക്ടിംഗാണോ? രണ്ടിലും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് പണം പറയും. ആക്ടിങ് അല്ലാണെങ്കിൽ സിനിമയിൽ തന്നെ നടക്കുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറാനുള്ള പ്ലാനായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു ചാൻസ് കിട്ടിയിട്ട് അവിടെ പറഞ്ഞു മതി. അപ്പോ അല്ലെങ്കിൽ DOP സിനിമാറ്റോഗ്രഫി സൈഡൊക്കെ ഇഷ്ടമായിരുന്നു. സിനിമ തന്നെ പറ്റുള്ളൂ, വേറെ പഠിക്കുവാനും പഠിത്തമൊന്നുമില്ല.
അല്ലോ അതിപ്പോ 10 എങ്ങനെയോ പാസ്സായി, +2 കഷ്ടപ്പെട്ട് പാസ്സായി. സയന്റിസ്റ്റ് ഞാൻ ആഗ്രഹം പറഞ്ഞിട്ടോ, ഒരു പ്ലാൻ. ഞാൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിൽ വന്നത്. അപ്പോൾ സിനിമ വേണോ ഇത് വേണോ എന്നുള്ള ചോയ്സിൽ അവസാനം സിനിമ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ. Thank you so much. ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഷൂട്ടൊക്കെ തുടങ്ങുന്നതിനും അനൗൺസ്മെന്റിന്റെ സമയത്ത് എന്താണ് പറയുന്നത്, പടം റൊമാൻസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രേമികൾ കഴിഞ്ഞിട്ട് എന്റെയും നസ്രീന്റെയും പരിപാടിയിൽ റൊമാൻസ് കുറെ പോസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇതിന്